ഹായ്, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഹാങ് ഓൺ ബാക്ക് ഫിൽറ്ററാണ്. മുമ്പ് നമ്മൾ പല ബ്രാൻഡ്സിൻ്റെയും ഹാങ് ഓൺ ബാക്ക് ഫിൽറ്ററും അതേപോലെ കാനസൽ ഫിൽറ്ററൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബ്രാൻഡിൻ്റെ ഹാങ് ഓൺ ബാക്ക് ഫിൽറ്റർ നമ്മൾ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. CKMൻ്റെ ടൈഡൽ 75 ഹാങ് ഓൺ ബാക്ക് ഫിൽറ്റർ. CKM എന്നത് ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. നേച്ചർ അക്വേറിയം അല്ലെങ്കിൽ പ്ലാന്റഡ് അക്വേറിയം അതൊരു ഹോബി ആയിട്ട് ചെയ്യുന്നവർക്കും അതുമല്ലെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് ചെയ്യുന്നവർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇറക്കുന്ന വേൾഡ് വൈഡായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു നമ്പർ 1 ബ്രാൻഡാണ് CKM. ഇനി ഈ ഒരു ഫിൽറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പവർഫുൾ ഫിൽറ്ററാണ്. ഇതിൻ്റെ ഫ്ലോ റേറ്റ് വരുന്നത് 1500 ലിറ്റർ പെർ അവറാണ്. അതുകൊണ്ട് തന്നെ ഇത് 300 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. 300 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 ഫീറ്റ് സ്റ്റാൻഡേർഡ് സൈസുള്ള ടാങ്കിലേക്ക് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളെ എത്ര US ഗാലനിലേക്കാണോ, ഈ USയുടെ കണക്കിൽ ഗാലനാണ്, അത് 300 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിലേക്കായിരിക്കും. പിന്നെ ഫ്ലോ റേറ്റ് 1500 ലിറ്റർ പെർ അവറാണ് ഇതിൽ വരുന്നത്. പിന്നെ സെൽഫ് പ്രൈമിങ് പമ്പ്, പിന്നെ വരുന്നത് സെൽഫ് ക്ലീനിങ് ഇമ്പല്ലർ, പിന്നെ ഒരു സർഫസ് സ്കിമ്മർ വരുന്നുണ്ട്, പിന്നെ മെയിൻ്റനൻസ് അലേർട്ട് ഫീച്ചർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ കപ്പാസിറ്റി ഫിൽറ്റർ ബാസ്ക്കറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സ്കിമ്മറാണ്. പിന്നെ വരുന്നത് മീഡിയ ബാസ്ക്കറ്റാണ്. നമുക്ക് മെയിൻ്റനൻസിൻ്റെ സമയത്ത് ആ ബാസ്ക്കറ്റ് മാത്രം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ഇതിലേക്ക് ഇടാവുന്നതാണ്. പിന്നെ ഈ ഒരു വശത്ത് വരുന്ന സമയത്ത് ആ ഫിൽറ്ററിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള പാർട്ട് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫിൽട്രേഷൻ മീഡിയ എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്, CKMൻ്റെ തന്നെ. പിന്നെ ഈ ഒരു വശത്ത് ഇതിൻ്റെ പാർട്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ ഈ ലാസ്റ്റ് ആയിട്ട് കൊടുത്തത് ഇതിന് ടോട്ടൽ 4 സീരീസാണ്. ടൈഡൽ 35, 55, 75, 110. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഏത് ടാങ്കിലേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലോ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തത്. ഇത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വരുന്നതെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ മീഡിയ വരുന്നത്. അത് CKMൻ്റെ തന്നെ മെട്രിക്സ് ആണ്. ഒരു മീഡിയ ബാഗും കൂടി ഉണ്ട്. ഇത് നമ്മൾ ഇൻലെറ്റ് പൈപ്പാണ്. അതിൻ്റെ കണക്ഷനാണ് ഈ വെള്ള കളറുള്ള ബോക്സിൽ വരുന്നത്. പിന്നെ ഒരു മെക്കാനിക്കൽ ഫിൽട്രേഷൻ വരുന്നുണ്ട്, സ്പോഞ്ച്. ഇതാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ടുള്ള മീഡിയ ബാസ്ക്കറ്റ്. അക്വേറിയം മെയിൻ്റനൻസിൻ്റെ സമയത്ത് ഇത് മാത്രം നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ അക്വേറിയം ഫിൽറ്ററോ അതിൻ്റെ ബാക്കിയുള്ള സിസ്റ്റം ഒന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഇതിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ബ്ലൂ കളർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിൽറ്റർ മീഡിയയിൽ ഓവറായിട്ട് ഡേർട്സ് കാര്യങ്ങളൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ ഫിൽറ്റർ മീഡിയ ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വരുന്ന സമയത്ത് ഇത് പോപ്പപ്പ് ചെയ്ത് നിൽക്കും. ആ ഒരു സമയം നമുക്കിത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഇപ്പം ഇവിടെ കാണുന്നൊരു നോബാണ് ഔട്ട്ഫ്ലോ കൺട്രോളിങ് നോബ്. ഫിൽറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ ഫ്ലോ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു നോബാണിത്. ഇവിടെയാണ് സ്കിമ്മർ സിസ്റ്റം വരുന്നത്. സ്കിമ്മർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വാട്ടറിൻ്റെ സർഫസിൻ്റെ മുകളിൽ ഫിഷ് ഓയിൽ അതേപോലെ ചെറിയ ലീഫിൻ്റെയൊക്കെ ഡേർട്സ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് വാട്ടർ സർഫസ് ക്ലീൻ ആക്കുന്ന ഒരു പർപ്പസ് നടത്തുന്ന ഡിവൈസാണ് സ്കിമ്മർ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് കാണാം. ഈ ക്ലിപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ഹീറ്റർ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഹീറ്റർ ക്ലിപ്പാണിത്. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതും റിമൂവ് ചെയ്ത് വെക്കാവുന്നതാണ്.
നെക്സ്റ്റ് വരുന്ന താഴത്തെ ഇൻടേക്ക് ഫ്ലോ കൺട്രോൾ നോബാണ്. നമ്മളെ ഫിൽറ്ററിലേക്ക് എത്ര വെള്ളം ഉള്ളിലോട്ട് എടുക്കണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാം. പിന്നെ അവസാനം വരുന്ന നോബാണ് ലെവലിംഗ് നോബ്. നമ്മൾ ഫിൽറ്റർ വെച്ചതിന് ശേഷം നമ്മളെ ടാങ്കുമായിട്ട് എത്ര ഡിഗ്രി ചെരിഞ്ഞിരിക്കണം എന്ന് നോക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നോബാണ്. ഇത്രയും സിസ്റ്റമാണ് നമ്മളെ ഈ ഒരു ഫിൽറ്ററിൽ വരുന്നത്. പിന്നെ ഈ ബോക്സിൽ വരുന്നത് നമ്മളെ ഇൻഫ്ലോ പൈപ്പാണ്. അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറുണ്ട്. നമുക്കറിയാം പ്ലാന്റഡ് അക്വേറിയത്തിൽ ഫിൽട്രേഷൻ സിസ്റ്റം 24 hours വർക്ക് ചെയ്യണമെന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷനെ കുറിച്ചിട്ട് ചില ആൾക്കാരെങ്കിലും ബോധേഡായിരിക്കും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ടൈഡൽ 75 7 വാട്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു പവർ കൺസപ്ഷൻ. അതുതന്നെയാണ് ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയും. ഇതൊക്കെയാണ് നമ്മളെ കസ്റ്റമേഴ്സും അതേപോലെ തന്നെ നമ്മളെ പ്രൊജക്ട്സിലും കോമൺലി യൂസ് ചെയ്യുന്ന CKMൻ്റെ പ്രൊഡക്ട്സ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മളെ ടൈഡൽ 75 ഫിൽറ്ററിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.